ലാസറിനെ കർത്താവ് ഉയർപ്പിക്കാൻ പോകണം. പിന്നെ കർത്താവ് കരയണെന്തിനാ? ചിലർ പറയുന്നു മാർത്തയും മറിയും കരയുന്നത് കണ്ട് അവരോടുള്ള സ്നേഹത്തെ പ്രതിയാണ് കർത്താവ് കരഞ്ഞത്. ഒരിക്കലും അങ്ങനെയല്ല. ലാസറെ എൻ്റെ ഒരു ശബ്ദം മതി നീ ഉയർക്കാൻ, പക്ഷേ ഈ ലോകം മുഴുവൻ ഉയർക്കാൻ, എല്ലാ ആളുകളും ഉയർക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവനെ കൊടുക്കണം. അത് കർത്താവ് ആ സമയത്ത് ആലോചിക്കുകയാണ്. ചാട്ടവാറടി കൊള്ളുന്നത്, തലയിൽ മുൾമുടി വെച്ച് അടിക്കുന്നത്, തുപ്പുന്നത്, മീശ പറിച്ചെടുക്കുന്നത്, ക്രൂശിൽ ആണിയടിക്കുന്നത്, കൈകളിൽ കാലുകൾ ആണിയടിച്ച് ആ ക്രൂശ് അങ്ങനെ ആ കുഴിയിലേക്ക് ഇടുന്നത്, ഇങ്ങനെ ഒത്തിരി വേദനകൾ താൻ അനുഭവിക്കുകയാണ്. രക്തം ചിന്താണ്. രക്തമാണല്ലോ നമുക്ക് വരുന്നരുത്. ആ രക്തം ചിന്തി മരിക്കേണ്ട ഭാഗങ്ങൾ കർത്താവിൻ്റെ ഓർമ്മയിൽ വന്നു ഈ ലാസറിനെ ഉയർപ്പിക്കാൻ നേരത്ത്. അതുകൊണ്ടാണ് കരഞ്ഞത്. അല്ലാണ്ട് കർത്താവിന് എല്ലാവരോടും സ്നേഹമാണ്, പ്രത്യേക സ്നേഹം ആരോടുമില്ല. ആ കരച്ചിൽ അതുകൊണ്ടാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.